എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 183-ാമത്തെ വീഡിയോ ആണ്. ഇതിൽ ബുക്ക് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ വീഡിയോയിലും ഇതിൻ്റെ അടുത്ത വീഡിയോയിലും 10ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 10ാമത്തെ അധ്യായം. അതിൻ്റെ ഹെഡിങ് എന്തുവാണോ കൊടുത്തിരിക്കുന്നത്? യുവർ റൈറ്റ് ടു ബി റിച്ച്. റൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ അധികാരം, നമുക്ക് വേണ്ടപ്പെട്ടത്, നമുക്ക് അർഹതപ്പെട്ടതാണ്. എന്തുവാ? പണത്തോട്. റിച്ച് എന്ന് വെച്ചാൽ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി. പണം മാത്രമല്ല, പണം ഉണ്ടെങ്കിൽ എല്ലാം ഒരുവിധം എല്ലാം വരും. അപ്പോൾ അങ്ങനെ ഒരു നല്ല ലക്ഷൂറിയസ് റിച്ച് ലൈഫ് ജീവിക്കേണ്ടത് നമ്മളുടെ റൈറ്റാണ് എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതെന്തുവാന്ന് നോക്കാം. അപ്പം ഡോക്ടർ ജോസഫ് മർഫിയുടെ കാഴ്ചപ്പാടിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് റിച്ച് എന്ന് പറയുന്നത് 50% പോപ്പുലേഷൻ കൂടെ അല്ല, ഒരു 10% പോപ്പുലേഷൻ റിച്ച് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഈ മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള രീതിയിൽ വടവും വലിയും പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ജീവിതമാണ് നമ്മളെല്ലാവരും നയിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ വെരി വെരി റിച്ച് എന്നുള്ളത് അത് 1%, ക്രീം ഓഫ് ദ പോപ്പുലേഷൻ. അത് വിരൽ വിട്ട് എണ്ണാനുള്ളതേ ഉള്ളൂ. അങ്ങനത്തെ റിച്ചിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. എന്നാൽ അതിനൊക്കെ തന്നെ ഒരു സുഹൃതം ചെയ്തിരിക്കണം. കഴിഞ്ഞ മുൻജന്മങ്ങളിൽ നമ്മൾ മാത്രമല്ല, നമ്മളുടെ അമ്മയും അച്ഛനും അവരുടെ അമ്മയും അച്ഛനും അവരുടെ അമ്മയും അച്ഛനും ഒക്കെ പാരമ്പര്യമായിട്ട് കുറേ നല്ല കാര്യങ്ങൾ, പുണ്യകാര്യങ്ങൾ ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് ആ ക്രീം ഓഫ് ദ പോപ്പുലേഷനിൽ ഒരു റിച്ചായിട്ട്, അതായത് ഇലോൺ മസ്ക് അങ്ങനെ, അതായത് ഞാൻ എന്തോ പറയുന്നത് വെച്ചാലേ, പണക്കാരുടെ ലിസ്റ്റുകൾ എടുത്താൽ ഇവരുടെ പേരൊക്കെയാണ് ആദ്യം വരുന്നത്. അങ്ങനെ ലോകം ഒട്ടുക്കും അറിയപ്പെടുന്ന റിച്ച് ആളുകൾ ഉണ്ട്, ഇല്ല എന്നല്ല, നമുക്ക് അറിഞ്ഞും അറിയാതെയും എത്രയോ പേരുണ്ട്. ഒരുപാട് പേര് ഫേമസ് ആവുന്നു ആ ലെയറിൽ. അല്ലാത്തവരും ക്വയറ്റായിട്ടിരുന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അവർ ലൈം ലൈറ്റിൽ വെളിയിൽ വരുന്നില്ല, അവരെക്കുറിച്ച് ഒരുപാടൊന്നും വെളിയിൽ വരുന്നില്ല. ഇപ്പം കേരളത്തിനെ സംബന്ധിച്ചവരെ വെരി റിച്ച് എന്ന് പറയുമ്പോൾ അംബാനി ഫാമിലി, ടാറ്റ, അല്ലെങ്കിൽ അദാനി, ഇതേ വായി വരുന്നുള്ളൂ. നമുക്കറിഞ്ഞത് അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഫോറിൻ എന്ന് പറഞ്ഞാൽ ഇലോൺ മസ്ക്, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുള്ളൂ. വേറെ ആരെക്കുറിച്ചും വലുതായിട്ട് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരുപാട് പേരുണ്ട്. അപ്പം ഒരു 90% പേരും ഈ റിച്ച് അല്ലാത്ത കാറ്റഗറിയിലും ഒരു 10% ആൾക്കാർ മാത്രം റിച്ച് കാറ്റഗറിയിലും ഉണ്ടല്ലോ ഈ ലോകത്ത്. ഏത് സമയത്തെടുത്താലും അതൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് യുവർ റൈറ്റ് ടു ബി റിച്ച്. നമ്മൾ എല്ലാവരും നല്ല സുഖ സൗകര്യത്തോട് ജീവിക്കാനാണ് ഈ ജന്മം എടുത്ത് വന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് റൈറ്റ് ടു ബി റിച്ച് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ റിച്ചില്ല, എന്തുകൊണ്ട് ഞാൻ ഒരു കോടീശ്വരി അല്ല എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ആൻസർ കുറച്ചൊക്കെ വിവരം അറിഞ്ഞ ആൾക്കാർ തരുന്ന ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മഫലമാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് പണം വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പണം വന്നാലും നിങ്ങൾക്ക് കയ്യിൽ നിൽക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ മുൻജന്മം ചെയ്ത കർമ്മഫലം എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, എന്നാലും നമുക്കും അങ്ങനെ ജീവിക്കാം എന്നുണ്ടെങ്കിൽ ആർക്കാ വേണ്ടാന്ന് പറയുന്നത്? ആർക്കാ പണം വേണ്ടാത്ത? എല്ലാവർക്കും വേണം, ഇല്ല? അപ്പം ഈ ഓത്തറിൻ്റെ കണ്ണോട്ടത്തിൽ, പെർസ്പെക്റ്റീവിൽ എന്തുവാ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അദ്ദേഹം പറയുന്നത്, നമ്മൾ ഇവിടെ ജന്മം എടുത്തത് വളരെ പണം, സുഖം, സൗകര്യം, പേര്, പ്രതാപം എല്ലാം കൊണ്ട്
വളരെ ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ടുള്ള ജീവിതം ജീവിക്കാനാണ് നമ്മൾ ഈ ലോകത്ത് വന്നിരിക്കുന്നത്. അതായത് വലിയ ഉയർന്ന തട്ടിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അവരെന്തുവാണോ പറയുന്നത്, അവർ പണത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അവർ പറയുന്നത് ഹാപ്പിനെസ്, എപ്പോഴും ഹാപ്പി ആയിരിക്കണം. എപ്പോഴും ഹാപ്പി ആയിരുന്നാൽ അതിനാണ് നമ്മൾ ജന്മം എടുത്തത്. നമ്മുടെ കർമ്മ കഴിയാനാണ്. അത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് വൺ. അപ്പോൾ ലോകം ഒട്ടുക്ക് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും മനുഷ്യ വർഗത്തിൽപ്പെട്ടവരെല്ലാവർക്കുമേ അത് മനസ്സിലായിട്ടുണ്ട്. അതിന് പുറമേ ശരി, കർമ്മഫലൻ നമ്മൾ സഞ്ചിത കർമ്മയിൽ കുറച്ച് പ്രാരാബ്ധ കർമ്മമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ കരച്ച് തീർക്കണം, അതിൻ്റെ അനുഭവിച്ച് തീർക്കണം. ചുമ്മാ കടലിൽ കൊണ്ട് അലിക്കുന്നതല്ല, അനുഭവിച്ച് തീർക്കണം. ഓക്കെ, അതുകൊണ്ടാണ് ശരി ഇത്രയും നാൾ പോയതെല്ലാം പോട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ജന്മത്ത് നമ്മൾ ചെയ്ത പാവത്തിനെയും പുണ്യത്തിനെയും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഡൺ, ചെയ്തു പോയി. പക്ഷേ ഈ ജന്മത്ത് പോട്ടെ, ഇന്നലെ വരെ നമുക്ക് ഇത് അറിഞ്ഞുകൂടാ. ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നു. ഇന്ന് ഈ ജന്മത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്. നെഗറ്റീവ് കർമ്മ, പോസിറ്റീവ് കർമ്മ, പാവം, പുണ്യം എന്നൊക്കെ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്. നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴെങ്കിലും നമ്മളെ തിരുത്തിക്കൊണ്ട് ജീവിക്കണ്ടേ? അതാണ് അവിടെ ചിന്തിക്കേണ്ടത്. ഇന്നലെ വരെ പോയതെല്ലാം പോട്ടെ, ശരി ഇന്ന് തൊട്ട് ഞാൻ നല്ല രീതിയിൽ ജീവിക്കും. അതിന് ഞാൻ ചിലപ്പോൾ നോക്കിയാൽ ഹാന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നതല്ല ഹാപ്പിനെസ് എന്ന് പറയുന്നത് മനസ്സിൻ്റെ കാര്യമാണ്. അവിടെ മനസ്സിൽ ഹാപ്പി ആയിട്ടിരുന്നാൽ അത് നമ്മളുടെ പ്രവൃത്തിയിലറിയും, നമ്മളുടെ സംസാരത്തിലറിയും, നമ്മളുടെ ബോഡി ലാംഗ്വേജിലറിയും, മുഖത്ത് എഴുതി ഒട്ടിച്ചിരിക്കും. ഇവൾ ഉള്ളിൽ സന്തോഷമായിട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ആരും നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം ഇതാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം നമ്മൾ എപ്പോഴുമേ ഹാപ്പിയായിട്ടും സന്തോഷമായിട്ടും പണത്തോടും സുഖസൗകര്യത്തോടും സകല സൗഭാഗ്യങ്ങളോടും ജീവിക്കണമെന്ന് എപ്പോഴുമേ ആഗ്രഹിക്കണം. അത് ഒരു യൂണിവേഴ്സൽ ലോ ആണ്. യൂണിവേഴ്സൽ എന്ന് വെച്ചാൽ പ്രപഞ്ചം ഒട്ടുക്കും അങ്ങനെയാണ് എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. പിന്നെ മണി ഈസ് എ സിമ്പൽ. എന്ന് വെച്ചാൽ എന്തുവാ? ഇപ്പം അക്കാലത്തൊക്കെ ഈ കറൻസി നോട്ടും കോയിൻസും ഒന്നുമില്ലായിരുന്നു. അക്കാലത്ത് എന്തുമായിരുന്നു? സോൾട്ട് വെച്ചാണ് ഞാൻ ഇത്രയും 4 ചാക്ക് സോൾട്ട് തരാം, ഉപ്പ് തരാം, നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡിങ് ഇതാ, അല്ലെങ്കിൽ നവരത്നങ്ങളുണ്ടെങ്കിൽ ഇങ്ങോട്ട് താ, അല്ലെങ്കിൽ അരി ഉണ്ടെങ്കിൽ ഇങ്ങിത്താ, തുണി ഉണ്ടെങ്കിൽ ഇങ്ങിത്താ, എൻ്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്, ഇത് ഞാൻ തരാം. അങ്ങനെയാണ് ബിസിനസ്സേ തുടങ്ങിയത്. അക്കാലത്തെ ബിസിനസ് അങ്ങനെയാണ്. ഇപ്പം വേറൊരു കാര്യം ഒരുപാട് പേർക്ക് അറിഞ്ഞിരിക്കും. ഈ സാലറി, ഇപ്പോൾ സാലറീഡ് പീപ്പിൾ അല്ലെങ്കിൽ ശമ്പളം വാങ്ങിക്കുന്നു. സാലറി എന്ന് പറയുന്നതിൻ്റെ വാക്ക് സോൾട്ട് എന്നുള്ള വാക്കിൽ നിന്ന് വന്നതാണ്. അപ്പം ഒരുത്തന് സോൾട്ട് എന്നറിയായിരുന്നാൽ അവൻ പണക്കാരൻ. അതിലാണ് അപ്പോൾ സോൾട്ട് എന്നുള്ളത് വെച്ചാണ് അവൻ പണ്ടേ കാലത്ത് വ്യാപാരം ചെയ്തിരുന്നത്. അതിന് പിന്നെ പല രീതിയിലും പല സാധനങ്ങൾ വെച്ചും വ്യാപാരം ചെയ്യുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ ഏലക്ക ഉണ്ട്, കുരുമുളകുണ്ട്, കശുവണ്ടിയുണ്ട്. ഞാനത് തരാം, ഞാൻ ഇത്ര കിലോ ക്യാഷ് തരാം, അല്ലെങ്കിൽ ഇത്ര വെയിറ്റ് ഉള്ളത് ക്യാഷ് തരാം. അതിന് ഈക്വലായിട്ടുള്ള വേറെ ഏതെങ്കിലും സാധനം എനിക്കിതാ, എൻ്റെ കയ്യിലുള്ളത് നിനക്ക് തരാം, നിൻ്റെ കയ്യിലുള്ളത് എനിക്ക് തരണം. അങ്ങനെയാണ്, അതാണ് ബിസിനസ്. ഓക്കെ, അപ്പം എന്തുവാ ഈ സോൾട്ട് എന്നുള്ളതിലാണ് ബിസിനസ് തുടങ്ങിയത്. പിന്നെ അവരവരുടെ കയ്യിലുള്ള എൻ്റെ കയ്യിൽ ഇത്രയും മുത്തുണ്ട്, അല്ലെങ്കിൽ ഇത്രയും കാശ്മീരി സാൽവ ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും നല്ല കോട്ടൺ തുണികളുണ്ട്, അപ്പം തന്നെ നിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്, അതിങ്ങിതാ. അങ്ങനെയാണ് ഈ മാർക്കറ്റ് പ്ലേസ്, ചന്തയിൽ വന്ന് വ്യാപാരം ചെയ്യുന്നത്. ഓക്കെ, അതുമാത്രമല്ല ഒരു കാലത്ത് ഒരുത്തൻ്റെ വീട്ടിൽ എത്ര ഈ കന്നുകാലികളുണ്ട്, എത്ര ആടുണ്ട്, എത്ര മാടുണ്ട്, എത്ര പശുക്കറവയുണ്ട്, എത്ര എന്തുവാ ഈ ഓക്സ് എരുതുണ്ട്, എത്ര ഒട്ടകമുണ്ട്,
അതൊക്കെ വെച്ചാണ് അവനെ പണക്കാരനാണോ അല്ലയോ എന്ന് ഇടയിടുന്നത്. പിന്നെയാണ് അവർക്ക് മനസ്സിലായി, ഇപ്പം എനിക്കൊരു 1000 ആടുകൾ എൻ്റെ അടുത്തുണ്ട്, അതുകൊണ്ട് ഞാൻ പണക്കാരനാണ്, ഇല്ല എന്നല്ല. പക്ഷേ ഈ 1000 ആട്ടിൽ ഒരു മാർക്കറ്റിൽ പോയി വ്യാപാരം ചെയ്യുമ്പം ഒരു 100 ആട്ടിനെ കൊണ്ടുപോകാനൊക്കെ, എന്നാ എൻ്റെ ഒരാട് നീ വെച്ചോ, നിനക്കുള്ളത് മുത്ത് ഇങ്ങിതാ, അല്ലെങ്കിൽ നിൻ്റെ കയ്യിലുള്ള സ്വർണ്ണം ഇങ്ങിതാ. ഇപ്പം ആടിനെയും മാടിനെയും അക്കാലത്ത് ചെയ്തു ഇല്ല എന്നല്ല. ഇപ്പം ഇക്കാലത്ത് എല്ലാം ഒരു കാർഡിലാണ് നിൽക്കുന്നത്, ഒരു ക്യാഷ്ലെസ് ട്രാൻസാക്ഷനാണ് കൂടുതലും നടക്കുന്നത്. അപ്പം അക്കാലത്ത് അങ്ങനെ അപ്പം ഉള്ള ആട്ടിനെയും മാട്ടിനെയൊക്കെ ഓടിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റെടുക്കുന്നത് എന്ന് പറയുന്നത് പ്രയാസം. അങ്ങനെയൊക്കെയാണ് ഇവർ ഈ കറൻസി കണ്ടുപിടിച്ചത്. അപ്പം ഡോക്ടർ ജോസഫ് മർഫി പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ, മണി എന്ന് പറയുന്നത് ഒരു സിമ്പൽ എന്ന് വെച്ചാൽ എന്തുവാ, ഒരു അടയാളം. ഇപ്പം നമ്മൾ ഭസ്മം തൊടുന്നു, സിന്ദൂരം വയ്ക്കുന്നു, ചന്ദനം തൊടുന്നു, അത് ഓക്കെ, ഇവരൊരു ഹിന്ദു അല്ലെങ്കിൽ ഇവർക്ക് ഒരു ദൈവവിശ്വാസമുണ്ട് എന്നുള്ളതിനെ കാണിക്കാനായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പം അത് ഒരു സിമ്പൽ. ഓക്കെ, ഇപ്പോൾ ഒരു സിലുവ ഇടുന്നു, ഒരു ക്രോസ് മാലയിലിടുന്നു, അപ്പം അവർ ക്രിസ്ത്യാനിറ്റി ആണ് എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഓക്കെ, അത് ഒരു സിമ്പൽ. ഇപ്പോൾ ഇവിടെ നെറ്റിയിൽ ഇവിടെ സിന്ദൂരം വെച്ചാൽ മാരീഡാണ്, അതൊരു സിമ്പൽ ഇല്ലേ? അപ്പോൾ അങ്ങനെ ഈ പണമെന്ന് പറയുന്നത് ഒരു സിമ്പലാണ്. അപ്പം വെറും ഈ പണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ കറൻസി നോട്ടും കോയിനും മാത്രമല്ല, അല്ലാതെയും റിച്ചാകാൻ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇല്ലയോ? വെറും പണം എന്ന് വെച്ച് പണത്തിനെ കെട്ടുകെട്ടായിട്ട് അടുക്കി വെച്ച് ചാക്കിലിട്ട് കെട്ടി വെച്ച് അതിൻ്റെ മീതെ ഇരുന്നുകൊണ്ട് ഞാൻ പണക്കാരനാ എന്ന് പറയുന്നത് അല്ല. ആ പണക്കാരൻ എന്ന് പറയുമ്പം തന്നെ ആ പണത്തിൻ്റെ ഒരു ശക്തി അവൻ്റെ എല്ലാ നടപടികളിലും അറിയണം. അതിനാണ് മില്യനർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. മില്യനർ മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ എല്ലാത്തിലും നിറഞ്ഞ ഒരു ജീവിതം. ഇപ്പോൾ കാശുണ്ടെങ്കിലേ നമുക്ക് വീട്ടിൽ എന്ത് വാങ്ങിക്കാൻ ഒക്കത്തുള്ളൂ. വേണ്ട, വലിയ വീട് വാങ്ങിക്കണമെങ്കിൽ കാശ് വേണം, വലിയ കാറ് വേണമെങ്കിൽ, ലക്ഷറി കാറ് വേണമെങ്കിൽ കാശ് വേണം, സാധാരണ കാറിനും കാശ് വേണം. പക്ഷേ അവൻ്റെ കയ്യിലുള്ള കാറ്, അവൻ ഇട്ടിരിക്കുന്ന വാച്ച്, അവൻ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണ്, അവൻ്റെ വീട്, അവൻ്റെ വീടിനകത്ത് എത്ര ജോലിക്കാരുണ്ട്, എന്തൊക്കെ സുഖ സൗകര്യങ്ങളുണ്ട്, അതൊക്കെ വെച്ചാണല്ലോ ഒരുത്തന് എത്ര പണമുണ്ട് എന്നുള്ളത്. എന്നുവെച്ചാൽ ഇതിനെല്ലാം അടിസ്ഥാനമായിട്ട് വേണ്ടിയത് പണം. അതുകൊണ്ടാണ് ഞാൻ പണ്ടേ തൊട്ടേ പറയുന്നത്, ഈ മനുഷ്യരുടെ പ്രോബ്ലംസിൽ 90% പ്രോബ്ലംസ് മാറാൻ കാശാണ് വഴി. പണം ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ അതിന് മീതെയും പ്രോബ്ലങ്ങൾ ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന് വെറും ഈ പണം വെച്ച് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. പണം 100% എല്ലാത്തിനും അല്ല, പക്ഷേ പണത്തിന് പണം തന്നെ വേണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബസ്സിൽ 10 രൂപയുടെ ടിക്കറ്റ് എടുക്കണം, എനിക്ക് 5 രൂപയേ ഉള്ളൂ, എന്നെ പകുതി വഴിയിൽ ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. 10 രൂപയ്ക്ക് 10 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ആ ബസ്സിൽ കയറാൻ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ അപ്പം കഴുത്ത് പിടിച്ച് താഴെ ഇറക്കി വിടും. ആണല്ലോ, അതാണ് പണത്തിൻ്റെ മുഖ്യം. ഓക്കെ, അതൊക്കെയാണ്. സോ മണി ഈസ് എ സിമ്പൽ. പണമെന്ന് പറയുന്നത് അവൻ്റെ നിറഞ്ഞ ജീവിതത്തിൻ്റെ ഒരു അടയാളമാണ്. അവൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്, മഹാലക്ഷ്മിയുടെ കൃപ, മഹാലക്ഷ്മിയുടെ കടാക്ഷം ഒരുപാടുണ്ട് എന്നുള്ളത് അവനെ കണ്ടാലേ നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പം ഇതിന് അതായത് ഹൗ ടു വാക്ക് ദ റോയൽ റോഡ് ടു റിച്ചസ്, അതായത് നോളേജ് ഓഫ് ദ പവേഴ്സ് ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് ദ മീൻസ് ടു ദ റോയൽ റോഡ് ടു റിച്ചസ് ഓഫ് ഓൾ കൈൻഡ്സ്. റിച്ചസ് ഓഫ് ഓൾ കൈൻഡ്സ് എന്ന് വെച്ചാൽ ഇവർ കറൻസി മാത്രമല്ല ഇവർ പറയുന്നത് സ്പിരിച്വലായിട്ട് റിച്ചാണ്, മെൻ്റലി റിച്ചാണ്, ഫൈനാൻഷ്യലി റിച്ചാണ്. ഇപ്പം പണമെന്ന് പറയുമ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ റിച്ച്നെസ് മാത്രമാണ് ചിന്തിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, മനസ്സിൻ്റെ സന്തോഷം, മെൻ്റലി അവൻ ഹാപ്പിയാണോ, മെൻ്റലി അവൻ റിച്ചാണോ, സ്പിരിച്വലി അവൻ റിച്ചാണോ. സ്പിരിച്വലി റിച്ചാണോ എന്ന് വെച്ചാൽ
അതിന് ഒരു അളവുകോലില്ല. അതിനൊരു നീ സ്പിരിച്വാലിറ്റിയിൽ BSc ഡിഗ്രി എടുത്തോ, MSc എടുത്തോ, PhD എടുത്തോ അങ്ങനെ അളക്കുന്നതല്ല. അല്ലാതെ ഒരു ആത്മീയതയിൽ അവൻ എത്ര മനസ്സിലാക്കിയിട്ടുണ്ട് ജീവിതത്തിനെക്കുറിച്ച്, അതും ഒരു റിച്ച്നെസ്സാണ്. ഓക്കെ, അതാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം ഇതിനൊക്കെ നോളേജ് ഓഫ് ദ പവേഴ്സ് ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, ഈ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് നേരത്തെ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ പണം സമ്പാദിക്കാൻ ഒക്കത്തുള്ളൂ. എന്താ വെച്ചാൽ നമ്മളുടെ വെറും ആഗ്രഹം മാത്രം വെച്ചുകൊണ്ടിരുന്നിട്ട് പോരാ. ഓക്കെ, ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ, നമ്മളുടെ ആഗ്രഹത്തിനെ നമ്മളുടെ ഉപബോധ മനസ്സിനകത്ത് ചെലുത്തണമെന്ന് വെച്ചാൽ അയക്കണം. ആ ഐഡിയ, ആ കോൺസെപ്റ്റിനെ ഉപബോധ മനസ്സ് വരെ എത്തിക്കണം. പിന്നെ അത് തന്നെത്താനെ ജോലി നോക്കിയോളും. ഓക്കെ, അപ്പം ഈ കഷ്ടപ്പെടുന്നവരെല്ലാം പണമില്ലാതെ എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ കഷ്ടപ്പെടുന്നവരെല്ലാം അവരവരുടെ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല എനിക്ക് ഇത്രയും കാശ് വേണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ജീവിതമാണ് എനിക്ക് നയിക്കേണ്ടത് എന്ന് ഇന്ന് വരെ അവർ പറഞ്ഞിട്ടില്ല. പറയാത്തവരെ പിന്നെ സബ് കോൺഷ്യസ് ലെവലിൽ എന്ത് നടക്കും? ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം സാർ പറയുന്നത്. ഓക്കെ, പിന്നെ വൈ ഡു യു നോട്ട് ഹാവ് മോർ മണി? അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് ആവശ്യത്തിന് കൂടുതലായിട്ട് പണം ചേർക്കാൻ പറ്റുന്നില്ല? ഇപ്പം ലോണുണ്ട്, സകലതിനും വാങ്ങിക്കാൻ ലോണുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടമാനം ലോൺ എടുക്കുക, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുക, പിന്നെ EMIയിൽ അടയ്ക്കുക. ഇതൊക്കെ ഈ ലോൺ എടുക്കുന്നതും EMIയിൽ അടയ്ക്കുന്നതും ഒരു വിധത്തിൽ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് നല്ല ഒരു ബൂണെന്ന് വെച്ചാൽ നല്ല ഒരു സംഗതിയാണ്. എന്നുവെച്ചാൽ അവർക്ക് പണം അടച്ചുകൊണ്ടിരിക്കുന്നു, ഇൻട്രസ്റ്റ് കണ്ടമാനം കൊടുക്കുന്നു, എന്നാലും അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നു. ഞാൻ 10 വർഷം കുരുവി ചേർക്കുന്ന പോലെ അല്ലെങ്കിൽ എറുമ്പ് ചേർക്കുന്ന പോലെ 10 രൂപ ചേർത്ത് വെച്ച് പിന്നെ എല്ലാ പൈസയും ചേർന്നിട്ടേ ഞാൻ ഒരു കാർ വാങ്ങിക്കാൻ ഒക്കത്തുള്ളൂ എന്നുള്ള സ്ഥിതിയാണെങ്കിൽ ഒരുപാട് പേരുടെ വീട്ടിൽ കാറേ കാണത്തില്ല. പക്ഷേ ഇപ്പോൾ ഈ കാർ ലോണ്, ഹൗസ് ലോണ്, ആ ലോണ്, ഈ ലോണെന്ന് കൊടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഒരുവിധം കാറുണ്ട്, ബൈക്കുണ്ട്, നല്ല ഒരു വീടുണ്ട്. ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഈ ലോൺ മുഖാന്തരം നമുക്ക് ജീവിക്കുമ്പോഴേ അതിനെ അനുഭവിക്കാൻ പറ്റുന്നു. അതാണ് അതിൻ്റെ അകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു സംഗതി. അപ്പം 10 രൂപയായിട്ട് ഞാൻ ചേർത്ത് വെച്ച് പോസ്റ്റ് ഓഫീസിലിട്ട് ഒരു 20 വർഷം കഴിഞ്ഞ് ഞാനൊരു കാറ് വാങ്ങിക്കാം എന്ന് വിചാരിച്ചാൽ ആ 20 വർഷവും അവൻ എന്ത് കഷ്ടപ്പെടണം. അതേസമയത്ത് ഇപ്പം ഒരുവിധം കാശൊക്കെ ഉണ്ട്, EMI അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അവർക്ക് ബോധ്യമായാൽ അവർ ബാങ്കിൽ ലോൺ തരുന്നു, നമ്മൾ കാർ എടുക്കുന്നു, നമ്മൾ എല്ലാ ദിവസവും അതിനെ യൂസ് ചെയ്യുന്നു. അപ്പം നമുക്കൊരു നിറവ്. എപ്പോഴും അടുത്ത വീട്ടിൽ 2 കാർ നിൽക്കുന്നു, അവൻ 3 കാർ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മറ്റവരെ കണ്ട് വയറെരിയേണ്ട ആവശ്യമില്ല. എൻ്റെ വീട്ടിലും ഒരു കാറുണ്ട് എന്ന് നമ്മുടെ ആവശ്യത്തിന് വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത് എന്തുകൊണ്ട് ഒരാളിന് ഇല്ലയെന്ന് വെച്ചാൽ, ആവശ്യത്തിന് പണം ഇല്ല എന്ന് പറഞ്ഞാൽ അത് അവർ ഒന്നീ മനസ്സിൻ്റെ ഉള്ളിലായിരിക്കും, അല്ലെങ്കിൽ ഓപ്പണായിട്ടായിരിക്കും. സൈലൻ്റ്ലി ഓർ ഓപ്പൺലി കണ്ടമിങ് മണി എന്ന് വെച്ചാൽ കാശൊക്കെ വെറും വേസ്റ്റ്. കാശ് നീ എന്തിനാ ഇങ്ങനെ അലയുന്നേ? കാശ് കൊണ്ട് എല്ലാം നേടാനൊക്കത്തില്ല. അതായത് ഒരുത്തന് കാശില്ലാന്ന് വരുമ്പം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറേ ഫിലോസഫികളെ ഇറക്കും. എപ്പോൾ നോക്കിയാലും കാശിന്ന് കാശിൻ്റെ പിന്നാലെ പോകരുത്. അവനും കാശ് വേണം മനസ്സിനകത്ത്. അപ്പം ഉള്ളിൽ ഒന്ന് വെച്ചുകൊണ്ട് വെളിയിൽ വേറെ ഒരു രീതിയിൽ അഭിനയിക്കുക. അതുമാത്രമല്ല, ഉള്ളിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഓപ്പണായിട്ടോ കാശിനെ നിന്ദിക്കുക. കണ്ടമിങ് മണി എന്ന് പറഞ്ഞാൽ, കണ്ടം ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ നിന്ദിക്കുക. മണി കൊണ്ടൊന്നും എല്ലാം ഒന്നും നേടിയെടുക്കാൻ ഒക്കത്തില്ല. മണി കൊണ്ട് നമുക്ക് ഹാപ്പിനെസ് കിട്ടുമോ? അതെല്ലാം ചുമ്മാ. ഹെൽത്ത് കിട്ടുമോ? അതെല്ലാം ചുമ്മാ എന്ന് വെളിയിൽ നമ്മൾ പറയുന്നില്ലയോ?
അതും ഒരു കാരണം. ഓക്കെ, സി ചിലർ പറയും എന്തുവാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ, പൂത്ത പണം. അതിനെക്കാട്ടിലും കുറച്ചുകൂടെ തരം താഴ്ന്ന സംസാരമാണ് ഈ പുഴുത്ത പണം എന്ന് പറയും. അത് ഇംഗ്ലീഷിൽ നിന്ന് എടുത്ത ഫിൽത്തി റിച്ച്. റിച്ച് എന്ന് പറയുമ്പം ഹീസ് വെരി റിച്ച്, ഹീസ് എക്സ്ട്രാordinarily റിച്ച്, അങ്ങനെ നല്ലതായിട്ട് പറയാമല്ലോ. അതിനെന്തിനാ ഫിൽത്തി റിച്ച് എന്ന്? ഫിൽത്തി എന്ന് വെച്ചാൽ അഴുക്ക് ചീഞ്ഞത് നാറ്റം എടുക്കുന്നതാണ് ഫിൽത്ത്. അപ്പോൾ അങ്ങനെ ഫിൽത്തി റിച്ച് എന്ന് പറയുന്നത് തന്നെ തെറ്റ്. റിച്ച്നെസ് അല്ലെങ്കിൽ പണം മഹാലക്ഷ്മിക്ക് തുല്യമാണ്. അപ്പം ആ വാക്കിന് മുമ്പേ ഫിൽത്തി എന്നുള്ള വാക്ക് വരാനേ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അതായത് മറ്റവൻ നമ്മളെക്കാട്ടിലും നല്ല ആഡംബരമായിട്ട് ജീവിക്കുന്നവനെ കാണുമ്പോഴാണ് നമുക്ക് ഈ വാക്കുകളൊക്കെ ഇത്രയും മോശമായിട്ട് വരുന്നത്. നമ്മളുടെ വയറെരിയുന്നത് എന്ന് പറയും. അയ്യോ, അവന് അത്രയും കാശുണ്ട്, അവൻ എന്തോ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം അവൻ ദുബായിക്ക് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, വേൾഡ് ടൂർ അടിക്കുന്നു. ഓരോ വർഷവും സമ്മർ വെക്കേഷനിൽ അവൻ പിള്ളേരെയും വിളിച്ചുകൊണ്ട് ഫാമിലിയോടെ എവിടേക്കോ പോകുന്നു, കറങ്ങുന്നു. ഇതൊക്കെ കാണുമ്പം മറ്റവർക്ക് സഹിക്കുന്നില്ല. ഈ സഹിക്കാൻ വയ്യാതെ വരുമ്പോഴാണ് ഇങ്ങനത്തെ കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്. എന്തുവാ, ഫിൽത്തി റിച്ച്. അങ്ങനൊന്നും പറയാനേ പാടില്ല. ഓക്കെ, ഇന്ന് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം ഓൾസോ സോറി. ഇന്ന് വരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ടെ, ഇനി നമ്മൾ അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. ഓക്കെ, ഒരുത്തൻ്റെ പുറത്ത് അത് നേരത്തെയും നമ്മൾ കണ്ടു. അതായത് ഇനി പണമുള്ളവനെ കണ്ട് നമ്മൾ അസൂയപ്പെടരുത്. പണമുള്ളവനെ കണ്ട് അസൂയപ്പെടരുത്. അവന് പണമുണ്ട്, അവൻ ചെയ്ത് മുൻജന്മ സുഹൃതം, അനുഭവിക്കട്ടെ, നമുക്കൊരു സമയം വരും, അങ്ങനെ പറയാം. ഓക്കെ, അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. നമുക്കൊരു കാലം വരും. എന്തോ പറയത്തില്ലേ, ആനയ്ക്കൊരു കാലം ഉണ്ടെങ്കിൽ പൂച്ചയ്ക്കൊരു കാലം ഉണ്ടെങ്കിൽ ആനയ്ക്കൊരു കാലം വരുമെന്ന് പറയുന്ന പോലെ എല്ലാവർക്കും ഒരു സമയം വരും. ഞാനും റിച്ച് ആകും, അങ്ങനെ പറയാം. പക്ഷേ ഒരുത്തൻ്റെ റിച്ച്നെസ്സിനെ കണ്ട് അസൂയപ്പെടരുത്. ആ പണത്തിനെ തരം കുറഞ്ഞ് സംസാരിക്കരുത്, തരം താഴ്ത്തി സംസാരിക്കരുത്. അവനെയോ അവൻ്റെ പണത്തിനെയോ തരം താഴ്ത്തി സംസാരിക്കരുത്. ഓക്കെ, അതാണ് അതിന്. പിന്നെ വേറൊരു കാര്യം, ഈ പൂവറായിട്ട്, അതായത് ഈ കഷ്ടപ്പെടുന്നതേ നല്ലതിനാണ് എന്ന ഒരു തോന്നൽ ഒരുപാട് പേരുടെ മനസ്സിലുണ്ട്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ വയ്യ. അതായത് കർമ്മം, നമ്മൾ ചെയ്ത കർമ്മഫലം എനിക്കിതൊക്കെ ഉള്ളൂ. അതായത് അവർ ഓൾറെഡി അങ്ങനെ വിചാരിച്ചു വെച്ചു, എനിക്കിതൊക്കെ ഉള്ളൂ, എനിക്ക് ഈ ജന്മത്തിൽ ഇത്രയേ ഉള്ളൂ, ഞാൻ 20 വർഷം ക്ലർക്കായിട്ടിരുന്ന് ഞാൻ റിട്ടയർ ആകും, എനിക്കിതേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ അവരവർ സ്വയം തീരുമാനിക്കുക. അങ്ങനെയുള്ളവർക്കെല്ലാമാണ്. അപ്പോൾ ഒന്നീ പണത്തിനെ പുച്ഛിച്ച് പറയുക, അല്ലെങ്കിൽ പണമുള്ളവനെയും പണത്തിനെയും പുച്ഛിച്ച് പറയുക, അല്ലെങ്കിൽ അത് മോശപ്പെട്ട രീതിയിൽ അതിനെ ചിത്രീകരിക്കുക, അല്ലെങ്കിൽ പണമുള്ളവനെ കണ്ട് അസൂയപ്പെടുക. മൂന്നാമത് വലിയ പണമൊന്നും നമുക്ക് വേണ്ട. നമ്മൾക്ക് പണം നിറയെ വന്നാലേ നമ്മളുടെ കയ്യിൽ നിന്ന് വേറെ എന്തെങ്കിലും പോയി പോകും. അപ്പം അതിനെക്കാട്ടിലും ഇങ്ങനെ പണത്തിന് ഇങ്ങനെ ചക്രശ്വാസം വലിച്ച് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയൊക്കെ ഒന്നുമില്ല. പണം നിറച്ചുള്ളവരും ഹാപ്പി ആയിട്ടുണ്ട്, പണം ഇല്ലാത്തവരും ഹാപ്പി ആയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ അതായത് പണമില്ലാതെ കഷ്ടപ്പെടുന്നതും ഒരു വിധത്തിൽ നല്ലതാ എന്നുള്ള വിചാരം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് ഈ ക്ഷണം തന്നെ, ഈ നിമിഷം തന്നെ മാച്ച് കളയുക. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെ മണി ആൻഡ് ബാലൻസ്ഡ് ലൈഫ്. മണി ഉണ്ടെങ്കിൽ നമുക്ക് ബാലൻസ്ഡ് ലൈഫ് ജീവിക്കാം. ഓക്കെ, ബാലൻസ്ഡ് ഫുഡാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും മറ്റേ ഫ്രൂട്ട്സും മിനറൽസും വിറ്റമിൻസും ഒക്കെ ഏകദേശം വേണ്ടിയ അളവിന് ഉള്ള ഫുഡിന് പേരാണ് ബാലൻസ്ഡ് ഡയറ്റ്. അതുപോലെ ബാലൻസ്ഡ് ലൈഫ് ആൻഡ് മണി. ഓക്കെ, അപ്പം അതെന്തുവാ, ഇപ്പം ഓത്തർത്ത് ഒരാൾ പറഞ്ഞെന്ന്, ഐ എം ബ്രോക്ക്, ഐ ഡു നോട്ട് ലൈക്ക് മണി, ഇറ്റ് ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൽ എന്ന് പറഞ്ഞെന്ന്. അതായത് ഒരുത്തൻ പറഞ്ഞെന്ന്, എൻ്റെ കയ്യിൽ ഒരു 5 പൈസ ഇല്ല, എനിക്ക് പണം ഇഷ്ടമല്ല,
ഈ പണം ഇഷ്ടമല്ല എന്ന് ഐ എം ബ്രോക്ക് എന്ന് വെച്ചാൽ എന്തുവാ, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. പിന്നെ ഐ ഡു നോട്ട് ലൈക്ക് മണി എന്ന് പറയുന്നത് അവിടെ പച്ചക്കള്ളം. എന്തുകൊണ്ട് അവൻ ബ്രോക്കായിരിക്കുന്നു എന്ന് വെച്ചാൽ അവൻ ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷേ വെളിയിൽ പറയുന്നത് ഐ ഡോണ്ട് ലൈക്ക് മണി. അത് മനസ്സിലുള്ള ആഗ്രഹത്തിന് വിരുദ്ധമായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. പക്ഷേ അങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണ്. എന്താ വെച്ചാൽ വേർഡ്സ് ഹാവ് പവർ. അപ്പോൾ ഐ ഡോണ്ട് ലൈക്ക് മണി എന്ന് പറയുന്നവൻ്റെ അടുത്ത് എങ്ങനെ മഹാലക്ഷ്മി വന്ന് ചേരും, എങ്ങനെ മണി വന്ന് ചേരും? ആലോചിച്ച് നോക്കിയേ. അപ്പം അതുമാത്രമല്ല, ഇറ്റ് ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൽ. ആ പണമുണ്ടെങ്കിലാണ് എല്ലാ കെട്ട ഗുണങ്ങൾക്കും അടിപ്പട ഈ പണമാണ്. അതെങ്ങനെ? പണം ഇല്ലാത്ത കൊണ്ട് ഇതിനും യാതൊരു സംബന്ധമില്ല. പണമില്ലാത്ത കൊണ്ട് കെട്ട വഴി പോകുന്നവൻ, പണം ഉണ്ടാക്കാൻ കെട്ട വഴി പോകുന്നവന് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം പണമാണ് എല്ലാ കെട്ട നടപടികൾക്കും കാരണം. അതുകൊണ്ട് എനിക്ക് പണം വേണ്ട, എനിക്ക് പണം ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞാൽ, പിന്നെ ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ അപ്പോൾ അവൻ്റെ അടുത്ത് എങ്ങനെ പണം വന്ന് ചേരും? അവൻ്റെ ഉള്ള പണവും അവനെ വിട്ട് ഓടും. അതാണ് അതിൻ്റെ സത്യം. ഓക്കെ, സോ പണമുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം ബാലൻസ്ഡ് ലൈഫ് നയിക്കാൻ പറ്റും. ഓക്കെ, ഒരു 90% നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പം അതേ സമയത്ത് പണം മാത്രം വേണമെന്ന് വിചാരിച്ചാൽ അതും തെറ്റ്. പണം കൊണ്ട് മാത്രം ഞാൻ എല്ലാം നേടിയെടുക്കുമെന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. തെറ്റായിട്ടുള്ള ഒരു അഭിപ്രായം, തെറ്റെന്ന് വെച്ചാൽ തെറ്റായിട്ടുള്ള അഭിപ്രായം. പണം കൊണ്ട് നമുക്ക് എല്ലാം നേടിയെടുക്കാൻ ഒക്കത്തില്ല. ഹെൽത്ത്, കോടീശ്വരനായിരിക്കും ഒരുത്തൻ, രാത്രി ഉറക്കമില്ല, 4-5 ഗുളിക കഴിച്ചാലും അവന് ഉറക്കമില്ല. അടുത്തുള്ള ഗുഡിശയിലുള്ളവർ രാത്രി അത്താഴപ്പട്ടിണി കിടന്നാലും സമാധാനമായിട്ട് ഉറങ്ങും. ഇപ്പോൾ രാത്രി ലോകം മുഴുക്ക ഇങ്ങനെ ഇരുണ്ട് കിടക്കുന്നു, എല്ലാവരും ഉറങ്ങുന്നു. നമ്മുടെ വീട്ടിലും ബാക്കിയുള്ളവരെല്ലാം ഈ കൂർക്കം വലിച്ച് ഉറങ്ങുന്നു. എനിക്ക് മാത്രം എന്തുവാ ഇങ്ങനെ ഉറക്കമില്ലാത്ത? അപ്പം പണമുള്ളവനും അസുഖങ്ങൾ വരാം, മനസ്സന്തോഷമില്ലാതിരിക്കാം. അപ്പം പണം മാത്രമല്ല ജീവിതം, പണം മാത്രമല്ല ലോകം, പണം മാത്രമല്ല ജീവിതം. എന്നാലും പണവും വേണം. നേരത്തെ പറഞ്ഞ പോലെ പണത്തിന് പണം തന്നെ വേണം. ഓക്കെ, സോ മണി ആൻഡ് ബാലൻസ്ഡ് ലൈഫ്. മണി ഉണ്ടെങ്കിലേ നമ്മൾ 4 പേർക്ക് ഒപ്പം സൊസൈറ്റിയിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം പണം വേണം. അപ്പം ഐ ഡോണ്ട് ലൈക്ക് മണി, എനിക്ക് പണം ഇഷ്ടമേ അല്ല, അങ്ങനെയൊക്കെ പറയാനേ പാടില്ല. ഒരു അങ്ങനെ മനസ്സിലെ ആഗ്രഹം അങ്ങനെ ഇല്ലെങ്കിലും എന്തിനാണ് വെറുതെ പറയുന്നത്? എന്നുവെച്ചാൽ നമ്മൾ പറയുന്ന ഓരോ ചൊല്ലിനും അർത്ഥമുണ്ട്, അതിന് വിലയുണ്ട്, അതിന് പവറുണ്ട്. അപ്പോൾ ഐ ഡോണ്ട് ലൈക്ക് മണി എന്ന് പറഞ്ഞവൻ്റെ അടുത്ത് എങ്ങനെ പണം വരും? ഉള്ള പണവും പോകും. സോ ഇങ്ങനൊന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല, ഇങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ പോവർട്ടി ഈസ് എ മെൻ്റൽ ഡിസീസ്. അതായത് ഈ പണമില്ലാതെ കഷ്ടപ്പെടുന്നത് ഒരു വിധമായിട്ടുള്ള മാനസികമായിട്ടുള്ള രോഗമാണ്. പിന്നെ പണമുള്ളവൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും പണം വരും, പണമില്ലാത്തവൻ്റെ അടുത്ത് പണമേ തിരിഞ്ഞ് നോക്കത്തില്ല. അങ്ങനെയും കണ്ടിട്ടുണ്ട് നമ്മൾ. ഓക്കെ, കുറച്ച് പണം ഉണ്ടെങ്കിൽ ചിലർക്ക് നല്ല ലക്കുണ്ട്, ദൈവ അനുഗ്രഹമുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ അവൻ പണത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് ലക്ഷാധിപതി, കോടീശ്വരൻ മില്യനറാകും. അത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ പണമില്ലായ്മ എന്ന് പറയുന്നത് ഒരു മാനസികമായിട്ടുള്ള ഒരു ഡിസീസ്, ഒരു അവസ്ഥയാണ് എന്നാണ് പറയുന്നത്. അപ്പം ലൈഫിൽ ഹാപ്പി ആയിട്ടും സക്സസ്ഫുള്ളായിട്ടും ഹെൽത്തി ആയിട്ടും എല്ലാം പ്രോസ്പറസ് ആയിട്ടും ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മെയിനായിട്ട് പണം വേണം. അപ്പം പണത്തിനെ
കൊച്ചാക്കി സംസാരിക്കരുത്. ഏത് സ്ഥലത്തും പണത്തിനെ കാലുകൊണ്ട് തള്ളുക, അല്ലെങ്കിൽ ചവിട്ടുക, എറിയുക. ഇപ്പോൾ ആർക്ക് ഭിക്ഷക്കാരന് കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങ് എറിയുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പണത്തിന് അതിൻ്റെതായ റെസ്പെക്റ്റ് നമുക്ക് കൊടുക്കണം. നമ്മൾ കൊടുക്കണം, അപ്പോഴേ ശരിയാവത്തുള്ളൂ. പിന്നെ ഗെറ്റിംഗ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി. അപ്പം പണത്തിനെക്കുറിച്ച് നല്ല ഒരു ധാരണ നമുക്ക് വേണം. എവിടെ പണം പ്രയോജനപ്പെടും, എവിടെ പണം പ്രയോജനപ്പെടത്തില്ല. ഇപ്പം കെട്ടുകെട്ടായിട്ട് കോടികൾ വെച്ചുകൊണ്ട് ഉറക്കമില്ലാതെ, ഉറക്ക ഗുളിക കഴിച്ചിട്ടും ഉറങ്ങാൻ പറ്റാതെ വേറെ പല ഡ്രഗ്സിലും പോയി അതും കഴിച്ചിട്ട് സമാധാനമില്ലാതെ ഇരിക്കുന്നവർ എത്ര പേരുണ്ട്? അപ്പം പണത്തിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനും നമുക്ക് അറിയണം. നമുക്ക് പണം വേണം, പണത്തിനെ നിന്ദിക്കരുത്, പണമുള്ളവരെ കണ്ട് അസൂയപ്പെടരുത്. ഐ ഡോണ്ട് ലൈക്ക് മണി, എനിക്ക് പൈസയെ വേണ്ട എന്നുള്ള അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള ഒരു സംസാരവും സംസാരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ പണത്തിനെക്കുറിച്ചുള്ള നല്ല ഒരു ധാരണ വേണം. ഏതതിനെ പ്രയോജനപ്പെടാം. ഇപ്പം ചിലപ്പോൾ ഞാൻ പറയട്ടെ, ഒരു അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ നല്ല ഒരു ലൈഫ് പാർട്ട്ണറുടെ ഒരു സ്നേഹത്തിന് മുമ്പിൽ പണം അത്രയും വലുതല്ല. എത്രയോ പേര് സ്നേഹം കിട്ടാതെ, ഒരു നല്ല വാക്ക് പറയാൻ ആളില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. വെറുതെ പണം ഒന്ന് കെട്ടുകെട്ടായിട്ട് വെച്ചിരുന്നിട്ട് അതിൻ്റെ മീതെ കിടന്ന് ഉറങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ എല്ലാം വേണം. അതാണ് മണി ആൻഡ് ബാലൻസ്ഡ് ലൈഫായിട്ട് ജീവിക്കാൻ പഠിക്കണം. അപ്പം പിന്നെ വേറെ ഇപ്പം ഈ മെറ്റൽസ് ഇല്ലയോ, ഉലോഹങ്ങൾ. മെറ്റൽസ് എന്ന് പറയുമ്പം കോപ്പർ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, അല്ലാതെയും കുറേ മെറ്റൽസ് ഉണ്ട്. കെമിസ്ട്രി പഠിച്ചവർക്കൊക്കെ അറിയാം. ഇതിൽ ഇപ്പം ഒരു നാട്ടിൻ്റെ ഇക്കോണമിയെ ഡിസൈഡ് ചെയ്യുന്നതേ അവരുടെ സ്റ്റോക്കിൽ എത്ര ഗോൾഡ് ഉണ്ട് എന്നുള്ളതാണ്. ഗോൾഡ് വെച്ചാണ് ഒരു നാട്ടിൻ്റെ, അല്ലാതെ ഓയിലോ അതൊക്കെ രണ്ടാമത്തെയാണ്. കറൻസി എത്ര ഉണ്ട്, എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ അതിനെല്ലാം ഒരു നാട്ടിൻ്റെ ഇക്കോണമി, അതിൻ്റെ ഒരു നാട് എത്ര പണമുള്ള നാട് എന്ന് അറിയണമെങ്കിൽ അവരുടെ കയ്യിൽ, അതായത് അതിൻ്റെ നാട്ടിൻ്റെ കെയർ ഓഫിൽ എത്ര ഗോൾഡ് ഉണ്ട് എന്നുള്ളതാണ് മുഖ്യം. പക്ഷേ ഈ ഗോൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗോൾഡിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു. അതും ഇന്ത്യയിൽ. വേൾഡ് മൊത്തവും ഗോൾഡിന് വില തന്നെയാണ്. ഓക്കെ, പക്ഷേ ഈ ഗോൾഡ് എടുത്താലും സിൽവർ എടുത്താലും പഞ്ചലോഹം എടുത്താലും ശരി, പിച്ചള എടുത്താലും ശരി, ഏതെടുത്താലും അതിനകത്തുള്ള ആറ്റംസ് എല്ലാം ഒന്ന് തന്നെ. അതിനകത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, ഈ 3 സംഗതികളുണ്ട്. ഇതിൽ ഈ ഇലക്ട്രോൺസിൻ്റെ വ്യത്യാസത്തിലാണ് ഒരു ടൈപ്പ് സിൽവർ ആകുന്നത്, ഒരു ടൈപ്പ് ഗോൾഡ് ആകുന്നത്, ഒരു ടൈപ്പ് കോപ്പർ ആവുന്നത്. അപ്പോൾ സയൻസ് പഠിച്ചവർക്ക് ഇതൊക്കെ മനസ്സിലാകും. അപ്പം ഈ ഫ്യൂച്ചറിൽ കോപ്പറിൽ നിന്ന് ഗോൾഡ് ഉണ്ടാക്കാനും സിൽവറിനെ ഗോൾഡ് അക്കാലത്തെ രസവാദം എന്ന് പറഞ്ഞ് ആൽക്കമി എന്ന് പറഞ്ഞ് നമ്മുടെ സിദ്ധന്മാരൊക്കെ എത്രയോ എല്ലാ പല മൂലികകളെ അരച്ച് ഒടിച്ച് അതിനെ എന്തൊക്കെയോ രീതിയിൽ സാധാരണ ലോഹത്തിനെ, സാധാരണ മെറ്റലിനെ ഗോൾഡായിട്ട് മാറ്റാനുള്ള വഴികൾ അവർക്ക് അറിഞ്ഞിരുന്നു. പക്ഷേ അത് ആരുടെയും കയ്യിൽ, അതായത് അറിവില്ലാത്തവൻ്റെ കയ്യിൽ എത്തിപ്പെടരുത് എന്നുള്ളത് കൊണ്ട് അവരതിനെ വളരെ ആൽക്കമിയെ ചെയ്യുന്ന രീതിയെ അവർ വളരെ രഹസ്യമായിട്ട് പരിഭാഷയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ ഫ്യൂച്ചറിൽ ചിലപ്പം നമുക്കും ഈ ടെക്നോളജി ഇത്രയാകുമ്പോഴേ ഒന്നുമില്ല, ഇരുമ്പീന്ന് സ്വർണം ചെയ്യാനുള്ള മെത്തേഡ് കണ്ടുപിടിക്കും. പിന്നെ എല്ലാവരും റിച്ച് തന്നെ, ഇരുമ്പ് വെച്ചിരിക്കുന്നവനെല്ലാം കൂടെ റിച്ചാകും. അപ്പം അങ്ങനത്തെ സമയമൊന്നും വളരെ ദൂരത്തിലല്ല. അത് വേണമെങ്കിലും അടുത്ത ഫ്യൂച്ചറിൽ തന്നെ നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ജോസഫ് മർഫി പറയുന്നത്.
അപ്പം നമ്മളിപ്പം കറൻസിന്ന് നോട്ടായിട്ട് കയ്യിൽ വെച്ചിരിക്കുന്നു. അതിനകത്തും അത് പേപ്പറാണ്. പേപ്പറിനകത്തും ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഉണ്ട്. സോ നമ്മുടെ കയ്യിലുള്ള സ്വർണത്തിനും റോഡിൽ കിടക്കുന്ന ഒരു തുണ്ട് പേപ്പറിനും വലിയ വ്യത്യാസമില്ല. ഈ ഇലക്ട്രോൺസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ നമ്മൾ കൊടുത്തു വച്ചിരിക്കുന്ന മതിപ്പാണ് കൂടുതൽ. നമ്മൾ എത്ര അതിന് ഇമ്പോർട്ടൻസ് കൽപ്പിക്കുന്നോ അതിനേറ്റ പോലെ അത് സൊസൈറ്റിയിൽ അതിന് ഇമ്പോർട്ടൻസ് കിട്ടുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പം ചില വളരെ ഇമ്പോർട്ടൻ്റായിട്ട് നമുക്ക് ഇതിനകത്ത് വേണ്ടിയ കാര്യങ്ങളെന്ന് വെച്ചാൽ പണത്തിനെ നിന്ദിക്കരുത്, പണമുള്ളവനെ മോശപ്പെട്ട് ചിത്രീകരിക്കരുത്, അവനെ കണ്ട് വയറെരിയരുത്, അവൻ നന്നായിരിക്കട്ടെ, എനിക്ക് ഒരു കാലത്ത് അങ്ങനെ ആവാം, എനിക്കും ഇത്രയും വലിയ കാറിൽ പോകാൻ പറ്റും, ഒരു കാലം വരും, ഒരു സമയം വരും എന്ന് പറഞ്ഞ് അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുക. അപ്പം പണത്തിനെ കുറിച്ച് നെഗറ്റീവായിട്ട് യാതൊരു സംസാരവും സംസാരിക്കാൻ പാടില്ല, ചിന്തിക്കാനും പാടില്ല. നെഗറ്റീവായിട്ട് പണം എല്ലാ കെട്ട ഇതിനും അടിപ്പടയായിട്ടുള്ളത് പണമാണ്. പണം കൊണ്ടാണ് ഒരുപാട് ചീത്തകൾ തുടങ്ങിയത് ഈ ലോകത്ത്. ഇപ്പം നടക്കുന്നതെല്ലാം പണം കൊണ്ടാണ് എന്നെല്ലാം തെറ്റിദ്ധാരണകൾ പാടില്ല. ഓക്കെ, അത്രയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അടുത്തത് ഒരുപാട് കാര്യങ്ങളിങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പം നമുക്ക് പഠിച്ചെടുക്കാൻ 4-5 പോയിൻറ്റ്സ് ഉണ്ട് ഇതിൽ. അത്രയും മനസ്സിലാക്കി എടുത്താൽ മതി. ഓക്കെ, നന്ദി, നമസ്കാരം.